ഞാൻ ചോദിച്ചതേ അയാള് അമ്മയോട് തർക്കിക്കാൻ നിന്നോ അതോ അമ്മ പറഞ്ഞപ്പോ തന്നെ അയാൾ പിറകോട്ടെടുത്ത് സ്ഥലം വിട്ടോ? അമ്മയെ പേടിപ്പിച്ചോ? ഇല്ലില്ല, അയാൾ തർക്കിക്കാന്ന് പറഞ്ഞാൽ വളരെ ഇതിലാണ്, അധികം ഷാർപ്പായിട്ടൊന്നും എന്താ പറയുന്നത്. ഞാനും അയാൾ വളരെ സൗഹാർദ്ദപരമായ ഒരു സംഭാഷണം പോലെയാണ് ഞങ്ങൾ നടത്തിയത്. ചില ആളുകളൊക്കെ വളരെ പെട്ടെന്ന് ഇതാവുമായിരുന്നു, പക്ഷേ ഇയാൾ വളരെ ഡീസൻ്റായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ വളരെ മെല്ലെയും വളരെയൊക്കെ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ പിന്നീട് അയാൾക്ക് തർക്കത്തിലേക്ക് പോകും. ഞാനിത് തർക്കിക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് പിന്നെ തർക്കത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുക. അയാൾ ഇങ്ങനെ വീണ്ടും തർക്കിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കിതിലെ തന്നെ ടേൺ ചെയ്യണമെന്നുള്ള രൂപത്തിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തതും അതിൽ നമ്പർ എടുക്കണം, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് കംപ്ലയിൻറ്റ് ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഇത് എടുത്തത് മാത്രം. ഇതിനിടയ്ക്ക് ഒരു ബിസിനസ് സീക്രട്ട് ചോദിക്കട്ടെ. ഇങ്ങനെ ഈ കാൽനട യാത്രക്കാർ പോകുന്ന വഴിയിലൂടെ കയറി വന്ന ആർക്കും ഒരു ചെറിയ പെട കൊടുത്തെന്ന് കേട്ട്, അങ്ങനെ ഉണ്ടായോ? ഉണ്ട്. അതേ ഇതിന് മുമ്പ് ഒരു പയ്യനാണത്. ഞാനിതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഓട്ടോ ഇറങ്ങി ഞാൻ ഫുട്പാത്തിലേക്ക് കയറുമ്പോഴാണ് അവൻ പാസ് ചെയ്ത് എൻ്റെ കൈക്ക് തട്ടി. അപ്പം ഞാൻ വണ്ടി അവിടെ ചവിട്ടി പിടിച്ചു. അവൻ്റെ വണ്ടി കാലുകൊണ്ട് തന്നെ ചവിട്ടി പിടിച്ചു. ഞാനും അവനതിന് ഭയങ്കര തർക്കമായി. അവൻ എൻ്റെ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചു. അപ്പോൾ തന്തക്കും തള്ളക്കം വിളിച്ചാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതികരിക്കുന്നതാണ്. ഞാനൊരു നല്ലൊരു ഇത് കൊടുത്തു, ഒരു പഞ്ച് കൊടുത്തു അവൻ്റെ മുഖത്ത്. അപ്പോൾ അവൻ എൻ്റെ ഫോൺ തട്ടി. ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഫോൺ തട്ടി തെറിപ്പിച്ചു. പിന്നെ അപ്പോഴാണ് ഞാൻ അന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി ഞാൻ പരാതി കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് അവർ സംസാരിച്ചത്. ഈ സംഭവത്തിന് ശേഷം അമ്മയുടെ പഞ്ച് അവിടെ പോപ്പുലറായോ? ആൾക്കാർ അമ്മയെ കണ്ടാല് ബൈക്കും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയായോ? ഇപ്പോൾ പലപ്പോഴും ഉണ്ട്. എന്നെ കാണുമ്പോൾ തന്നെ ഞാനൊരു വണ്ടി എടുത്ത് പോകാറുണ്ട് തിരിച്ച്. അമ്മ ഇപ്പൊ സ്ഥലത്തൊരു ടെററല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.